നമസ്കാരം പ്രശാന്ത് സാർ. SDPI പിന്തുണ വാങ്ങി ജയിച്ച രാഹുൽ മാങ്കൂട്ടം ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണം. LDF UDF നേതാക്കളുടെ ഗൾഫ് യാത്രകളെക്കുറിച്ച് അന്വേഷിക്കണം. BJP നേതാവ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഈ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? SDPI ആണല്ലോ താരം, കേരളത്തിൽ പ്രത്യേകിച്ച്. ഈ പറയുന്ന ദേശീയ പ്രസിഡന്റും കേരളക്കാരനാണ്. പുള്ളി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ആണല്ലോ ഇതിന്റെ എല്ലാം ഒരു മൂട് അല്ലെങ്കിൽ മൂലം, നമ്മൾ പറയത്തില്ലേ മൂലം ഇവിടാണ്. അപ്പൊ അതിനകത്ത് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ മൂന്ന് മുന്നണികളുടെ ഭയങ്കര വലിയൊരു മത്സരമായിരുന്നു. അതിന്റെ കൂടെ തന്നെ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും വേറെ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നു. പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പിനകത്ത് BJP വളരെ കൃത്യമായിട്ട് മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ എല്ലാ മുന്നണികളും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനകത്ത് LDF-നായാലും UDF-നായാലും അവർക്ക് ജയിക്കുന്നതിനപ്പുറം BJP-യുടെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണവും അല്ലെങ്കിൽ അങ്ങനെ ആവരുതെന്നുള്ള ആഹ്വാനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് നിന്നൊരു മണ്ഡലമാണ് ഈ പാലക്കാട്. അപ്പൊ പാലക്കാട് ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ പറയുന്നത് പോലെ മുൻപുണ്ടായിരുന്ന ഷാഫി പറമ്പലിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ജയിക്കുന്നത്. അപ്പൊ രാഹുൽ ജയിച്ചതിന് ശേഷം രാഹുലിന്റെ പുറത്തൊരു ആരോപണം ഉണ്ടായിരുന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെയും PFIയുടെ കൂടെ SDPയുടെ കൂടെയുള്ള നേതാക്കന്മാരോട് നന്ദി പറയാൻ പോയെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ നന്ദി പറയാൻ അവരുടെ ഓഫീസുകളിൽ പോയിരുന്ന ഫോട്ടോ ഒക്കെ വെളിയിൽ വിട്ട് BJP അത്തരത്തിൽ സുഡാപ്പികളുടെ വോട്ട് മേടിച്ചാണ് ജയിച്ചത്. അതുപോലെ തന്നെ ഇലക്ഷന് ശേഷം UDF-കാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി ജയിച്ച് അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി ഞങ്ങളുടേത് ആണെന്ന് വറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുന്നതിന് SDPI-ക്കാർ തയ്യാറായി. അപ്പം UDF-ന്റെ വിജയം അന്നേ BJP ആരോപിക്കുന്നുണ്ട്. അത് ഈ പറയുന്നതുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ SDPയെ പോലെ, ജമാഅത്ത് ഇസ്ലാമിയെ പോലെ അല്ലെങ്കിൽ ലിബറൽ പാർട്ടിയുടെ പോലെ അത്തരത്തിലുള്ള പാർട്ടികളുടെ വിജയമാണ്, അവരുടെ കൂട്ടായ്മയാണ്, അവരുടെ ഭാഗമാണ്. അതിന് കൂട്ടുപിടിച്ചതും അതിന് നേതൃത്വം കൊടുത്തതും ഈ മുസ്ലിം ലീഗ് ആണെന്ന് പറയുന്നത്. ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗാണ് പ്രധാനമായിട്ടും ചുക്കാൻ പിടിച്ചത്. അപ്പൊ ഒക്കെ ഉയർത്തി കാണിച്ചു. അപ്പൊ ഇപ്പം SDPയുടെ നേതാവിനെ, ഈ പറയുന്ന പോലെ PFIക്ക് ഫണ്ട് കൊടുക്കുന്ന നേതാവ്, വിദേശത്ത് പോയി ഇതിന്റെ NGOs ഉണ്ടാക്കി അവിടുന്ന് ഫണ്ട് പിരിച്ച നേതാവ്, ഇവിടെ കൊണ്ടുവന്ന് PFI നേതാക്കന്മാരെ ഇറക്കുന്നതിന് വേണ്ടി നിന്ന നേതാവ്, ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന PFIയുടെ വളരെ കൃത്യമായിട്ടുള്ള ഭാഗമാണ് തെളിയിക്കുന്ന രേഖകൾ ED പുറത്തുവിട്ടപ്പോൾ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതും അവരുടെ സഹായവും മേടിക്കുന്നതും ഏറ്റവും ആദ്യം UDF അല്ലെങ്കിൽ പിന്നെ LDF എന്നുള്ള ഒരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. അപ്പൊ മറിച്ച് ഇവിടെ SDPI-കാരൻ ഇതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന PFI-കാരന്റെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോൾ ഇവര് ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് RSS-നെയാണ്. അപ്പൊ RSS-നെ ഇതുപോലെ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ കൂട്ടിക്കെട്ടുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് ഈ പറയുന്ന PFI-യും SDPI-യും ഒക്കെ രക്ഷിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെ ഇപ്പൊ കഴിഞ്ഞ ടോക്കിനകത്ത് നാം പറഞ്ഞല്ലോ, അനധികൃത കുടിയേറ്റക്കാരെ, അത് മുസ്ലിങ്ങളായാലും രോഹിംഗ്യ മുസ്ലിങ്ങളായാലും ബംഗ്ലാദേശികളായാലും അവരുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി പരമ്പരാഗതമായിട്ട് ഇന്ത്യയുടെ ഭാഗം നിൽക്കുന്ന, ഇന്ത്യയിലെ ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ പോലും കൂട്ടുനിൽക്കുമ്പോൾ ഇവിടെ ഇതിനെല്ലാം കുടപിടിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അല്ല മതസംഘടനകളും ഒക്കെ ആണെന്ന് തോന്നിപ്പോകുന്ന പ്രസ്താവനകളും അത്തരത്തിലേക്ക് പറയുന്ന രീതി, അത്തരത്തിലേക്ക് തോന്നിക്കുന്ന രീതികളുമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അതിനകത്ത് മാധ്യമത്തിന്റെ ഭാഗമായിട്ട് പങ്കുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാ രീതിയിലും അവർക്ക് സഹായമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലെ കേരളമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഡോക്ടർ KS രാധാകൃഷ്ണൻ, അദ്ദേഹം BJP-യുടെ സംസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടിരുന്നിട്ടുണ്ട്, PSC ചെയർമാൻ ആയിട്ടിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് ലോക്സഭയിൽ മത്സരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിന് മുമ്പ് വേറെ മത്സരിച്ചിട്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കക്ഷി ഒരുപക്ഷെ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പോലും ഈ പറയുന്നത് പോലെ OBC വിഭാഗത്തിന്റെ ഒക്കെ പരിഗണിക്കുമ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പരിഗണിക്കാൻ വരെ സാധ്യതയുള്ള ഒരു നേതാവാണ്. വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും അറിയുന്നത്. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം പോലെ ധാർമ്മികതയുടെ പേരിൽ. അപ്പം KS രാധാകൃഷ്ണൻ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്, SDPI-ക്കാരെ ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ബൈ ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു SDPI നേതാവ് UDF-ന്റെ സീറ്റ് പിടിച്ചെടുത്തു. അതായത് UDF അവിടെ അമർന്നു കൊടുത്തു SDPI-ക്ക് ജയിക്കാൻ എന്നുള്ള ആരോപണം ഇവിടുത്തെ
ഈ പറയുന്ന ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ UDF ഭാഗമാണ് SDP, പരസ്പര സഹായ സംഘമാണെന്നൊക്കെ പറയുമ്പോൾ അന്ന് ഈ പറയുന്ന UDF നേതാക്കന്മാരെല്ലാം മൗനം പാലിച്ചപ്പോൾ ആ ജയം ശരിയായ ജയമാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ ജയിക്കാൻ പാടുണ്ടോ, UDF സ്ഥാനാർത്ഥി എന്തുകൊണ്ട് തോറ്റിട്ട് PDP സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് പരിശോധിക്കണമെന്ന് പറയാനുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുന്നതിനും രാഹുൽ മാങ്കൂട്ടം മാത്രമേ തയ്യാറുള്ളൂ. ആ പ്രസ്താവനയ്ക്ക് ശേഷം അതിനെ പിന്തുണച്ചോ അല്ലെങ്കിൽ പിന്തുണയ്ക്കാതെയോ ഒന്നുമുള്ള പ്രസ്താവനകൾ UDF ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ലീഗിന്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ അത്രയും ഒരു കാര്യമെങ്കിലും പറയുന്നതിന് വേണ്ടി ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ആർജവം കാണിച്ചുള്ളൂ. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പക്ഷെ ആ പ്രസ്താവന ഉയർത്തി കാണിക്കുന്നതിനോ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ SDP പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കുന്നതിനോ ആ പ്രസ്താവനയ്ക്ക് വേണ്ട രീതിയിൽ ഉള്ള ഒരു പ്രമോഷൻ കൊടുക്കുന്നതിനോ കൊടുക്കാതിരിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ നിന്നു. അതായത് നമ്മൾ പലവട്ടം പറയുന്നത് പോലെ SDP പോലെയോ അല്ലെങ്കിൽ ടെററിസ്റ്റ് സംഘടനകൾക്കും വളരെ കൃത്യമായുള്ള പിന്തുണ ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയക്കാർ വോട്ടിന്റെ കെയർ ഓഫിൽ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊണ്ടാവുന്ന പ്രശ്നങ്ങൾ നിർബന്ധപൂർവം ഏറ്റവും ഒളിച്ചു വെക്കുന്നതിനും അല്ലെങ്കിൽ മാക്സിമം റിപ്പോർട്ട് ചെയ്തായിരിക്കുന്നതിനും വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാവുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ വഴിയെ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. രാധാകൃഷ്ണൻ പറഞ്ഞത് മാന്യതയുണ്ടെങ്കിൽ രാജിവെക്കുക, അഭിമാനമുണ്ടെങ്കിൽ രാജിവെക്കുക. അത് തീരുമാനിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അത് രാധാകൃഷ്ണൻ പറയുന്നത് BJP രാഷ്ട്രീയമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വോട്ട് മേടിക്കുമ്പോൾ വോട്ട് SDP കോൺഗ്രസിൻ്റെതാണെന്നോ അല്ലെങ്കിൽ BJP എന്ന് തിരിച്ചറിഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ല. വോട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഇലക്ഷൻ നിൽക്കാൻ തൻ്റെ ഇടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട്, അല്ലെങ്കിൽ UDF തീരെ കഴിയുന്നില്ല പല ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ LDF ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. BJP വോട്ട് വേണ്ട, RSS വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഇലക്ഷനെ മത്സരിക്കുന്ന പല ഘട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും SDP വോട്ട് അല്ലെങ്കിൽ PFI വോട്ട് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഇന്ന് BJP പോലും കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. അത്തരത്തിൽ ആണ് കേരളത്തിലെ കാര്യങ്ങൾ. അതായത് ഈ BJP KN രാധാകൃഷ്ണൻ ഇപ്പോൾ SDP പറയുന്നത്, അല്ലെങ്കിൽ SDP വോട്ട് മേടിച്ചാണ് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടൽ ജയിച്ചതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ BJP നേതാക്കന്മാർ, ബഹുമാന്യനായ KN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹം പലവട്ടം ഇതിനെപ്പറ്റി പറയുന്നതും അല്ലെങ്കിൽ ഇത് ശരിയല്ലെന്ന് പറയുന്നതും അതിനെപ്പറ്റി വിശദീകരിക്കുന്നതും ഇവിടുത്തെ SDP BFI പറ്റി പറയുന്നതും ഒക്കെ നമ്മളുടെ ചാനലിലെ ടോക്കുകളിൽ പോലും കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, PC ജോർജിനെ ഒഴിച്ചാൽ മറ്റ് രാഷ്ട്രീയ BJP നേതാക്കൾ ഇതിന് വേണ്ട പ്രൊമോഷൻ, ഇത് ഏത് രീതിയിലാണ് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഇതിങ്ങനെ വളർന്നാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ധ്രുവീകരണ രാഷ്ട്രീയം എന്താണ്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വോട്ട് പ്രതീക്ഷിക്കുമ്പോൾ BJP പോലും തയ്യാറാവുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. BJP കൃത്യമായ ഒരു പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് വന്ന PC ജോർജിന്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാചകം, അദ്ദേഹം പറഞ്ഞ ആശയം എടുത്ത് മുന്നോട്ട് പോകുന്നതിനും BJP നേതാക്കന്മാർ തയ്യാറാവാത്ത ഒരവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള ഒരു കേരളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ സുഡാപ്പികളുടെ വോട്ട് ഞങ്ങൾക്കും കിട്ടുമോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവരിൽ നിന്നും അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ രഹസ്യബാന്ധവും ഇവിടുത്തെ BJP നേതാക്കന്മാർക്കും ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ തെറ്റി പറയുന്നു. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.